അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ പീരീഡ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലോൺ ഷുഡ് ബി റിലേറ്റഡ് ടു ദ ഡാഷ് ഓഫ് ദ ലോൺസ്. ഓപ്ഷൻസ്: ഡിമാൻഡ്, ഇൻട്രസ്റ്റ്, നീഡ്, പർപ്പസ്. The period of repayment of long term loans should be related to the answer ആണ് ഓപ്ഷൻ ഡി, purpose, to the purpose of the loans. Period of repayment of long term loans should be related to the purpose of loans. Second one, whenever primary security is inadequate in the estimate of bankers, they ask for dash. Options: collateral security, landed property, പ്ലാന്റ് ആൻഡ് മെഷീനറി, പേഴ്സണൽ സെക്യൂരിറ്റി. പ്രൈമറി സെക്യൂരിറ്റി ഇന്നാഡിക്വേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ ബാങ്കേഴ്സ് വേറെ ചോദിക്കുന്നതെന്ന് പറയുന്നത് ആൻസറാണ് ഓപ്ഷൻ എ, കൊളാറ്ററൽ സെക്യൂരിറ്റി. പ്രൈമറി സെക്യൂരിറ്റി ഈസ് ഇന്നാഡിക്വേറ്റ് ഇൻ ദ എസ്റ്റിമേറ്റ് ഓഫ് ബാങ്കേഴ്സ്, ദേ ആസ്ക് ഫോർ കൊളാറ്ററൽ സെക്യൂരിറ്റി. തേർഡ് വൺ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോളോ ഡാഷ് അപ്രോച്ച്. ഓപ്ഷൻസ്: സർവീസ് ഓറിയൻറ്റഡ്, പ്രോഫിറ്റ് ആൻഡ് സർവീസ്, സെക്യൂരിറ്റി ഓറിയൻറ്റഡ്, സോഷ്യൽ ജസ്റ്റിസ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോളോ ആൻസറാണ് ഓപ്ഷൻ സി, സെക്യൂരിറ്റി ഓറിയൻറ്റഡ്. ഫോർത്ത് വൺ, ഡാഷ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് എനി ഇൻഡസ്ട്രി. ഓപ്ഷൻസ്: ക്രെഡിറ്റ്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, പ്രൈസ്. Dash of the product is the most important aspect of any industry. Answer ആണ് marketing. Marketing of the product is the most important aspect for any industry. Fifth one, in value control system, the liability of salesman is fixed. Options: in terms of cash and kind, in terms of cash, in terms of credit, in terms of stock. ആൻസർ ആണ് ഓപ്ഷൻ ബി, ഇൻ ടേംസ് ഓഫ് ക്യാഷ്. ഇൻ വാല്യൂ കൺട്രോൾ സിസ്റ്റം ദ ലയബിലിറ്റി ഓഫ് സെയിൽസ്മാൻ ഈസ് ഫിക്സഡ് ഇൻ ടേംസ് ഓഫ് ക്യാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റെഫേഴ്സ് ടു മെഷേഴ്സ് ഡിസൈൻഡ് ടു ഇൻഫ്ലുവൻസ് ദ കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് മണി വിത്ത് എ വ്യൂ ടു ഇൻഫ്ലുവൻസ് ദ വർക്കിംഗ് ഓഫ് എക്കണോമി. ഓപ്ഷൻസ്: മോണിറ്ററി പോളിസി, റിസർവ് പോളിസി, മിനിമം ഫണ്ട് പോളിസി, നൺ ഓഫ് ദിസ്. Dash refers to measures designed to influence the cost and availability of money. മണിയുടെ കോസ്റ്റിനെയും അവൈലബിലിറ്റിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ വർക്കിംഗ് ഓഫ് എക്കണോമിയുടെ വർക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏത് മെഷേഴ്സാണ് ഇവിടെ റെഫർ ചെയ്തേക്കുന്നതെന്ന്. ആൻസറാണ് ഓപ്ഷൻ എ, മോണിറ്ററി പോളിസി. Monetary policy refers to measures designed to influence the cost and availability of money with a view to influence the working of economy. Next question, dash helps the customers who have unresolved or unsatisfactorily resolved complaints relating to deficiency of service against commercial banks. Options: customer service cell, grievance cell, complaints officer, banking ombudsman. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെതിരായിട്ടുള്ള പരാതികളൊക്കെ പരിഹരിക്കുന്നതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഹെൽപ്സ് ദ കസ്റ്റമേഴ്സ് ഹു ഹാവ് അൺറിസോൾവ്ഡ് ഓർ അൺസാറ്റിസ്ഫാക്ടറിലി റിസോൾവ്ഡ് കംപ്ലൈൻറ്റ്സ് റിലേറ്റിംഗ് ടു ഡെഫിഷ്യൻസി ഓഫ് സർവീസിൻ്റെ ഡെഫിഷ്യൻസി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ മേജർ റെക്കമെൻഡേഷൻ ഓഫ് ദ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് 1963. Options: primary agricultural society should actively associate themselves with programs of production. Societies should help in procurement and distribution of seeds. Societies should associate themselves social and economic programs. None of these. ഇതിലെ മേജർ റെക്കമെൻഡേഷൻ അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഫോളോയിങ് വാസ് നോട്ട് എ റെക്കമെൻഡേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസറാണ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. നെക്സ്റ്റ് വൺ, which one of the following was not a recommendation of Rural Credit Survey Committee? Options: National Stabilization Fund should be set up, existing societies should work more efficiently, credit should not be linked with processing and marketing, there should be integrated scheme of rural credit. ഇതിലും ചോദിച്ചേക്കുന്നത് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏതെന്നാണ്.
ആൻസർ ആണ് ഓപ്ഷൻ സി. ക്രെഡിറ്റ് ഷുഡ് നോട്ട് ബി ലിങ്ക്ഡ് വിത്ത് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയിന്റ് ഓഫ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് കോപ്പറേഷൻ. ഓപ്ഷൻസ്: ബോത്ത് വിഷസ് ടു ക്യാപ്ചർ പവർ, both believe in monopolizing means of distribution, outright condemn violence, both started as a reaction against capitalism. സോഷ്യലിസത്തിനും കോപ്പറേഷനുമുള്ള സിമിലാരിറ്റീസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ആണ് ഓപ്ഷൻ ഡി. ബോത്ത് സ്റ്റാർട്ടഡ് ആസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസം. നെക്സ്റ്റ് വൺ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏത്? Options: to protect the interest of producers, to provide necessary knowledge to producers about social needs, to suitable grade all produce, to provide information to the consumers about the needs of producers. Answer ആണ് ഓപ്ഷൻ ഡി. to provide information to the consumers about the needs of producers. Next one. Rural debentures were issued with a view to. Options: enable agriculturists to purchase fertilizers, mobilize rural saving, enable agriculturists to purchase agricultural equipments, enable the rural folk to save themselves from money lenders. ഇപ്പോൾ റൂറൽ ഡിബഞ്ചേഴ്സ് വെർ ഇഷ്യൂഡ് വിത്ത് എ വ്യൂ ടു. ആൻസർ ആണ് ഓപ്ഷൻ ബി. mobilize rural savings. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I firmly believe that we shall not derive full benefit of agriculture until we take to cooperative farming. Whose statement is this? Options: Nehru, Gandhiji, Robert Owen, D.G. Carvey. Answer ആണ് ഓപ്ഷൻ എ. നെഹ്റു. Next question. Money due on allotment of shares of a company is debited in dash. Options: share allotment account, share capital account, share premium account, share application account. Money due on allotment of shares of a company is debited in. Answer ആണ് ഓപ്ഷൻ എ. share allotment account. Next one. Banks difficulty is in maintaining. Options: liquidity, primary reserve, liquidity and profitability, secondary reserve. Banks difficulty is in maintaining. Answer ആണ് ഓപ്ഷൻ സി. liquidity and profitability. 16th question. An expenditure is a capital expenditure because. Options: the amount is large, it is intended to benefit the current period, it is intended to benefit the future, all of this and none of this. An expenditure is a capital expenditure because. Answer ആണ് ഡി. all of these. The amount is large, it is intended to benefit the current period, it is intended to benefit the future. Next one. Amount incurred on electrical installation of a new building is. Options: revenue expenditure, capital expenditure, deferred revenue expenditure, capital loss. Amount incurred on electrical installation of new building. ന്യൂ ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. ആൻസർ ആണ് ഓപ്ഷൻ ബി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് വൺ. ഡിപ്രിസിയേഷൻ ഈസ് ഇൻക്ലൂഡഡ് ആസ് എ കോസ്റ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്. ഓപ്ഷൻസ്: അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, നൺ ഓഫ് ദ എബവ്. Depreciation is included as a cost in which of the following techniques? Answer ആണ് ഓപ്ഷൻ എ. അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ്. ഓപ്ഷൻസ്: പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, റവന്യൂ മാക്സിമൈസേഷൻ, ക്യാപിറ്റൽ മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻസർ ആണ് ഓപ്ഷൻ ഡി. വെൽത്ത് മാക്സിമൈസേഷൻ. നെക്സ്റ്റ് വൺ. MacGregor calls the scientific management approach as. Options: theory Y, management by exception, theory X, none of the above. MacGregor calls the scientific management approach as. Option C ആണ് ആൻസർ. theory X. Next one. The formula to indicate the principal functions of management as given by Gullik. Options: post corp, POSD വായിക്കുന്നതാണ്. പോസ്റ്റ് കോർപ്പ്, പോർട്സ് മീ, പോർട്സ് കോം,
പോസ്റ്റ് കോബ്. ആൻസർ ആണ് ഓപ്ഷൻ എ പോസ്റ്റ് കോർബ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇതാണ് ഈ ഇത്രയും ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ് എ മാനേജർ ക്യാൻ എഫക്റ്റീവ്ലി മാനേജ് ഇസ് നോൺ ആസ്. ഓപ്ഷൻസ്: എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, സ്പാൻ ഓഫ് കൺട്രോൾ, യൂണിറ്റി ഓഫ് കമാൻഡ്, നൺ ഓഫ് ദ എബവ്. ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ് എ മാനേജർ ക്യാൻ എഫക്റ്റീവ്ലി മാനേജ്. ഒരു മാനേജറിന് കൺട്രോൾ ചെയ്യാവുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യാവുന്ന സബോർഡിനേറ്റിൻ്റെ നമ്പറാണ്. ആൻസർ ആണ് ഓപ്ഷൻ ബി സ്പാൻ ഓഫ് കൺട്രോൾ. നെക്സ്റ്റ് വൺ. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ഇൻ ടു യൂണിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്: ഓർഗനൈസേഷൻ, കോർഡിനേഷൻ, ഡിപ്പാർട്ട്മെൻറ്റേഷൻ, ഡിവിഷണലൈസേഷൻ. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ഇൻ ടു യൂണിറ്റ്. അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ യൂണിറ്റായിട്ട് ഒരു പ്രോസസ്സ് ചെയ്യുന്ന എല്ലാം ഒരു ഗ്രൂപ്പ്, സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട്. നമ്മൾ പറയത്തില്ലേ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിലല്ല, അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ പറയുന്നതിന് പറയുന്ന പേരാണ് ആൻസർ ഓപ്ഷൻ സി ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മുടെ ജോബ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചിരിക്കും. നെക്സ്റ്റ് വൺ. ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ ജോബ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ സ്റ്റാഫിംഗ്, ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ, ഡിപ്പാർട്ട്മെൻറ്റേഷൻ. The process of dividing the job is known as delegation. Next one. Elements of scientific management does not include. Options: standardization, work study, scientific selection and placement, division of work. Elements of scientific management does not include. Answer ആണ് ഓപ്ഷൻ ഡി ഡിവിഷൻ ഓഫ് വർക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.